സാർ നമസ്കാരം. നമസ്കാരം. ഐതിഹാസികമായ രീതിയിൽ 2026 തെരഞ്ഞെടുപ്പിൽ UDF ലീഡ് ചെയ്യുന്നു. സാർ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു 90-നും 102-നും ഇടയിൽ സീറ്റ് നേടി UDF അധികാരത്തിലേക്ക് വരും എന്നുള്ളത്. ഇപ്പോഴത്തെ ലീഡ് നില പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ 102 എന്നുള്ളതിനപ്പുറത്തേക്ക് മറികടക്കാനുള്ള സാധ്യതയുണ്ട്. 100 സീറ്റ് എന്തായാലും ഉറപ്പായിരിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു. മറ്റൊരു കാര്യം കൂടി നമ്മുടെ ബഹുമാന്യരായ പ്രേക്ഷകരോട് സാറടക്കം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പിണറായി വിജയൻ മന്ത്രിസഭയിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാർക്കും പരാജയ സാധ്യതയുണ്ടെങ്കിലും 14 മന്ത്രിമാർ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തകരും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ ലീഡ് നില പരിശോധിക്കുമ്പോൾ പിണറായി വിജയനോടൊപ്പം നിന്ന് എല്ലാ മന്ത്രിമാരും ലീഡ് നിലയിൽ പിന്നോട്ട് പോയിരിക്കുന്നു. എന്തിന്? ധർമ്മടത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി വരെ 2600 ശിഷ്ടം വോട്ടിന്റെ പിന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മന്ത്രിമാർക്ക് ആശ്വാസകരമായ ലീഡ് ഇപ്പോൾ ഈ വാർത്ത എടുക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ്, KN ബാലഗോപാല്, അതുപോലെ തന്നെ ഈ 2 സീറ്റുകളിലാണ് ഇപ്പൊ പറയാൻ കഴിയുക. സജി ചെറിയാൻ നേരിയ ഭൂരിപക്ഷത്തിന് രാജനും ഉള്ളൂരില് നേരിയ ഭൂരിപക്ഷത്തിന് ലീഡ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാറി മറിയാം. BJP ഏതാണ്ട് 4 സീറ്റിലേക്ക് ലീഡ് ചെയ്യുന്നു. അതിൽ 3 സീറ്റ് ഉറപ്പാക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ മാറി മറിയുന്നു. ഒരു സീറ്റ് നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ ടൈറ്റ് ഫൈറ്റിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. പാലക്കാട് മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരുവല്ലയിലെ ലീഡ് അനൂപ് ആന്റണിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ സമയം വരെ. സാർ, തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ കൃത്യമായ രീതിയിൽ ഒരു പ്രവചനം എന്ന രീതിയിൽ തന്നെ സാർ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തോട്, നമ്മുടെ ബഹുമാന്യരായ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമ്പോൾ എന്താണ് സാറിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അതായത് ജനങ്ങൾ കോവർ കഴുതകളല്ല. എല്ലാ കാലത്തും ജനങ്ങളെ പറ്റിച്ച് നടക്കാമെന്ന് പറയുന്ന വ്യാമോഹം മാത്രമാണ്. അതേപോലെ സ്വന്തം പാർട്ടിയിലെ അണികൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അവര് പാർട്ടിയിലെ അണികളുടെ അന്തം തമ്മികളാണ് എന്നൊക്കെയുള്ള ചിന്താഗതിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇത്തവണത്തെ ഇലക്ഷൻ ഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. തുടക്കത്തിൽ തന്നെ ഇത് നമ്മൾ നേരത്തെ കണക്ക് കൂട്ടിയ ഒരു വിജയമാണ് UDFൻ്റെത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് 190 മുതൽ ലാസ്റ്റ് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ മിനിമം 90 +20 അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം എന്ന് പറയാം. 110 സീറ്റ് വരെ ഉറപ്പായിട്ടും പ്ലസ് ട്രെൻഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 140 സീറ്റിലും അടിച്ച് കയറാം UDF എന്നുള്ളതാണ്. ഇപ്പോഴും ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ 101 സീറ്റാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്. വളരെ പിന്നോട്ടാണ് ഇപ്പോൾ LDF ഉള്ളത്. 4 സീറ്റിൽ BJP NDA മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് വളരെ തുച്ഛമായ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാറി നിൽക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ആണ് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന സ്ഥാനാർത്ഥി. തിരുവല്ലയിൽ അനൂപ് ആന്റണി ഒരു 35-40 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണുള്ളത്. ഇവിടെ തിരുവനന്തപുരത്ത് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന 2 മണ്ഡലങ്ങൾ. ഈ രൂപത്തിലാണ് BJPയുടെ സ്ഥിതി. CPM-ന്റെ സ്ഥിതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2600 വോട്ടിന്റെ പിന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പയ്യന്നൂരിൽ പിന്നോട്ട് പോയി അവിടെ അവിടെ കുഞ്ഞികൃഷ്ണൻ ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. അതോടെ കേരളത്തിലെ ഏറ്റവും CPM-ന്റെ ശക്തി കേന്ദ്രം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അത് പയ്യന്നൂരിൽ നിന്നാണെന്ന് പറയാം. രണ്ടാമത്തെ ഏറ്റവും അട്ടിമറി തളിപ്പറമ്പിൽ അവിടെ TK ഗോവിന്ദനും വളരെ മുന്നിലാണ് എന്നുള്ളത് CPM-നെ സംബന്ധിച്ചോളം വളരെ ഞെട്ടിക്കുന്നു. അത് വലിയതാണ്. പിന്നെ G സുധാകരൻ ഇപ്പം 4000-ൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതും വളരെ ഭീകരമായ ഒരു അവസ്ഥയെ വന്നിരിക്കുന്നത് CPM എന്നുള്ളതാണ്. ഇത് മനസ്സിലായി. ഇപ്പൊ അത്യാവശ്യം പിടിച്ചു നിൽക്കുന്നത് തൃശ്ശൂര് മാത്രമാണ്. അത്യാവശ്യം തലശ്ശേരിയിൽ അല്ല, എന്റെ ഒരു 4-5 സീറ്റിലാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. 5-6 സീറ്റുകളിൽ നമ്മൾ ഇന്നലത്തെ പറഞ്ഞതിൽ 5 സീറ്റ് UDF-ന് ഉറപ്പാണ്. 1 സീറ്റ് അങ്ങോട്ട്. ഇപ്പൊ 5-6 സീറ്റിലേക്കാണ് UDF നിൽക്കുന്നത്. ടോട്ടൽ 11 സീറ്റിൽ 6 സീറ്റ് UDF-ല് മുന്നേറി എന്നാണ് പറഞ്ഞത്. കോഴിക്കോട് ആപ്പാടെ 2 സീറ്റ് 2-3 സീറ്റിൽ മാത്രമാണ്. ഇപ്പൊ 2 സീറ്റ് 3 സീറ്റ് അങ്ങനെ മാറി നിൽക്കുകയാണ്.
കോഴിക്കോട് ഏറ്റവും കേരളത്തിൽ അട്ടിമറി നടന്ന ജില്ല എന്ന് പറയുന്നത് കോഴിക്കോടാണ്. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം 4 സീറ്റ് കൃത്യമായി പ്രവചിച്ചിരുന്നു. ആ 4 സീറ്റും കൃത്യമായിട്ട് മുന്നോട്ട് ഉദുമയും തൃക്കരിപ്പൂരും UDF വളരെ മുന്നിലേക്ക് കടന്നിരിക്കുന്നു. മഞ്ചേശ്വരവും കാസർഗോഡും വലിയ ഭൂരിപക്ഷമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. വയനാട്ടിലെ 3 മണ്ഡലങ്ങളും UDFന് അനുകൂലമാണ്. കേളു വലിയ വ്യത്യാസമില്ലാതെ ഒരു പിന്നിലാണ്. എന്നാലും പറയാൻ പറ്റാത്തൊരവസ്ഥ. ഒരു മന്ത്രി വീണു. കടകന്നപ്പള്ളി രാമേന്ദ്രനാണ് ഒരു മന്ത്രി. നമ്മുടെ കണ്ണൂരിൽ ഇപ്പോൾ വളരെ പിന്നിൽ തോറ്റി നിൽക്കുന്നത് TR മോഹൻ, മുൻപത്തെ മുനിസിപ്പൽ ചെയർമാൻ, അവിടെ മുന്നിലാണ് UDFന്റെ. പിന്നെ അവിടെ നിന്ന് പിണറായി വിജയനെയും 2 പേര് സ്ഥിതി പറയുമ്പോൾ തന്നെ കേരളത്തിന്റെ മൊത്തം സ്ഥിതിയായല്ലോ. സാറേ, ഇതിലൊക്കെ വിരോധാഭാസം എന്ന് പറഞ്ഞപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നുള്ളതാണോ? അല്ല, അതിലേക്ക് വരാം. അതിന് മുമ്പ് നമ്മൾ കോഴിക്കോടെ കിടക്കുമ്പോൾ എലത്തൂരിൽ നമ്മളെയൊക്കെ പരീക്ഷണത്തിന് വെച്ച ഒരു ആവാസനായ ഒരു മന്ത്രി, വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ, അവരെ സുരക്ഷിതമായ മണ്ഡലത്തിൽ എലത്തൂരിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ദയനീയമായ പരാജയമാണ് ഉള്ളത്. ബാലുശ്ശേരിയിൽ ഇതേപോലെ സച്ചിൻ ദേവ്, നമുക്കറിയാം ആര്യയുടെ, അത് തിരുവനന്തപുരം ആര്യ രാജേന്ദ്രന്റെ മകള്, ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ ദേവ് വളരെ പിന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും UDF മുന്നേറ്റമാണ്. ബേപ്പൂര് മാത്രമാണ് മുഹമ്മദ് റിയാസ് മുന്നിൽ 4000 വോട്ടിന്റെ മുന്നിലാണ്. അവിടെ പ്രതീക്ഷ പോലെ അൻവർ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി മലപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ എല്ലാ സീറ്റിനും, ഒരു സീറ്റിൽ പോലും ഇല്ലാതെ തവന്നൂരടക്കം എല്ലാ 16 സീറ്റിലും UDF മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നതെങ്കിൽ പാലക്കാടേക്ക് കടക്കുമ്പോൾ മാത്രമാണ് ഒരു അത്ര 6 സീറ്റ് ഇപ്പൊ UDF മുന്നിൽ നിൽക്കുന്നത്. 12 സീറ്റിൽ പകുതി സീറ്റ്, നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചത് 6 സീറ്റാണ്. ആ 6 സീറ്റിൽ UDF നിൽക്കുന്നു എന്നുള്ളതാണ്. മണ്ണാർക്കാടും പട്ടാമ്പിയും, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അതിൽ മുന്നിൽ തന്നെ 2000 ചില്ലാൻ വോട്ടിന് മുന്നിലായിരുന്നു. ഇപ്പോൾ 1000 ചില്ലാൻ വോട്ടിന് 1000 ചില്ലാൻ വോട്ടിന് അവിടെ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി മുന്നിലേക്ക്, കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നിലേക്ക് വന്നെങ്കിലും വീണ്ടും ശോഭാ സുരേന്ദ്രൻ അവിടെ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. നമ്മുടെ പാലക്കാട് ഏറ്റവും ദയനീയമായ പറയുന്നത് തൃത്താലയാണ്. മന്ത്രി രാജേഷ്, മന്ത്രിമാരിൽ എല്ലാ മന്ത്രിമാരും ഏകദേശം തോൽവിയിലാണ്. രാജേഷ് VT ബലറാമിനോട് പിന്നിലാണ്. പിന്നെ ഇവിടെയുള്ളത് നമ്മുടെ തൃശ്ശൂരിലാണെങ്കിൽ രാജൻ, മന്ത്രി ഒല്ലൂരില് രാജൻ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ബാക്കി അവിടെയുള്ള മിക്ക മണ്ഡലങ്ങളിലും UDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതേസമയത്ത് ഗുരുവായൂര്, കയ്പമംഗലം, അതേപോലെ മണലൂർ UDF ആണ് മുന്നിടുന്നത്. അവിടെ 13 സീറ്റില് ഏകദേശം 8 സീറ്റിൽ LDF മുന്നിടുക. കേരളത്തിൽ CPM LDFന് മുന്നിട്ട് നിൽക്കുന്ന ഒരു ജില്ല പറയുന്നത് തൃശ്ശൂർ മാത്രമാണ്. എറണാകുളത്തെ നടക്കുമ്പോൾ രാജിയിൽ പിന്നിലാണ് എന്നുള്ളതാണ്. കളമശ്ശേരി മന്ത്രി വിജയരാഘവന്റെ ഭാര്യ R.ബിന്ദു തോൽവിയിലാണ്. വളരെ തുടക്കം മുതൽ ഉണ്ണിയാടൻ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ആളാണ് തോമസ് ഉണ്ണിയാടൻ. അധികം മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. കൊടുങ്ങല്ലൂരും എല്ലാം തന്നെ UDF മുന്നിട്ട് നിൽക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷം. നമുക്കൊരു 12 മണിയാകുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പിക്ചറിലേക്ക് പോകാൻ പറ്റും. എറണാകുളത്തേക്ക് കടക്കുമ്പോൾ എല്ലാ മണ്ഡലങ്ങളും ഒരേപോലെ UDF മുന്നോട്ട് നിൽക്കുന്നു. വൈപ്പിൻ മാത്രമാണ് പിന്നിൽ നിൽക്കുന്നത്. വൈപ്പിൻ മാത്രമാണ് UDF പിന്നീട് നിൽക്കുന്നത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും വൻ വിജയമാണ്. പ്രത്യേകിച്ച് മാത്യു കൊഴനാടൻ ഏകദേശം 15000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മുന്നിൽ സീറ്റ് ഉറപ്പിച്ച ഒരു മട്ടിലേക്ക് കാര്യങ്ങൾ പോയി. ഏറ്റവും മുകളിൽ നിൽക്കുന്ന മൂവാറ്റുപുഴയാണ്. അതേപോലെ ഇടുക്കിക്ക് കിടക്കുകയാണെങ്കിൽ എല്ലാ സീറ്റും റോഷി അഗസ്റ്റിൻ മന്ത്രി വളരെ ദയനീയമായി പിന്നിലാണ്. ഉദുമൻചോലയിൽ MM മണിയുടെ സീറ്റിൽ സേനാപതി വേണു യുടെ ഭൂരിപക്ഷം ഓരോ സമയത്തും വർദ്ധിച്ചു. തുടക്കം മുതൽ അവരെ വോട്ട് നില നോക്കുമ്പോൾ വലിയ മുന്നിലാണ് സേനാപതി വേണു. ഇനി നമ്മുടെ ഇവിടെ കിടക്കുകയാണെങ്കിൽ എറണാകുളം കഴിഞ്ഞ് കോട്ടയത്ത് കിടക്കുകയാണെങ്കിൽ വാസവൻ തുടക്കം മുതൽ നാട്ടകം സുരേഷിനോട് പിന്നിലാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നത് 17000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്
നമ്മുടെ ചാണ്ടിമന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചിലപ്പം ഭൂരിപക്ഷം കിട്ടുന്നത് ചാണ്ടിമന ആയിരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ചിലപ്പോൾ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് നേടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബൈ ഇലക്ഷനിലെ ഭൂരിപക്ഷം എന്തായാലും മറികടക്കാനുള്ള സാധ്യത അദ്ദേഹം ആ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം അതാവശ്യം നല്ല ഭൂരിപക്ഷം നിൽക്കുന്നു. കോട്ടയത്ത് 9 സീറ്റില് 8 സീറ്റിലാണ് ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത്. 7 സീറ്റിൽ ഒന്ന് പൂഞ്ഞാറിൽ LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. കുറഞ്ഞ വോട്ടിന്റെ രണ്ടാം സ്ഥാനത്ത് UDF ആണ്. കോട്ടയം തിരുവല്ലയിലാണ് ഒരു അട്ടിമറി, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അട്ടിമറിയിലേക്ക് വന്നിരിക്കുന്നത്. അനൂപ് ആന്റണി അവിടെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന സ്ഥലം. അതെ, പ്രധാനമന്ത്രി വന്ന സ്ഥലത്ത് ചെറിയൊരു ഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷമല്ല, ചെറിയൊരു ഭൂരിപക്ഷത്തിന് മുന്നിലാണ്. അവിടെ നിന്ന് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് തുടക്കം മുതൽ തപാൽ വോട്ടുകളിൽ അടക്കം വലിയ തോതിൽ മുന്നിൽ നിൽക്കുന്ന അബി വർക്കിയാണ്. വീണ ജോർജിന്റെ പരാജയമാണ്. വീണ ജോർജ് വെന്റിലേറ്ററിലാണെന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ. വീണ ജോർജ് ശരിക്കും തുടക്കം മുതൽ ജനങ്ങള് വിഡ്ഢികളല്ല, കോവർ കഴുതുകളല്ല, എന്ത് വൃത്തികേട് കാണിച്ചാലും ആരെന്ത് ചെയ്താലും താൻ കുഴലൂത്ത് നടത്തിയാലും എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടും, അതേപോലെ MLA സ്ഥാനം കിട്ടും, ജനങ്ങളെ പരീക്ഷിക്കലായിരുന്നു. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ അത് വീണ ജോർജ് ആണ് തെളിയിച്ചത്. കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കണ്ടിട്ടും അവരെ മുന്നിൽ വെച്ച് പറഞ്ഞ എനിക്ക് എന്നെ മാരകമായ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് കള്ളം പറഞ്ഞ് ബോധം കെട്ട് കിടന്ന ഒരാളാണ് ആര്, വീണ ജോർജ്. ആ ബോധക്കേടിന് ശരിക്കുള്ള ഉണർവോടെ ജനങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് പത്തനംതിട്ടയില് ആറന്മുളയിൽ ഉണ്ടായിട്ടുള്ളത്. ബാക്കി അവിടെ എല്ലാ മണ്ഡലങ്ങളിലും UDF വിജയിച്ച് മുന്നിലാണെന്നുള്ള വിവരമാണ്. പിന്നെ ഇവിടേക്ക് കടന്ന നമ്മുടെ കൊല്ലത്തെ കടന്നാൽ പത്തനാപുരത്ത് തുടക്കം മുതൽ ജ്യോതികുമാർ ചാമക്കാല മുന്നിലാണ്. മന്ത്രി ഗണേഷ് കുമാർ ഒരു പരീക്ഷണ വസ്തുവായിട്ട് നമ്മളെ മുന്നിൽ എന്നും ജനങ്ങളെ മുന്നിൽ കോമാളി വേഷം കെട്ടി നിന്ന ഒരാളാണ്. അവിടെ തന്നെയുള്ള രണ്ടാമത്തെ ആളാണ് ചിഞ്ചു റാണി, പിന്നിലാണ്. പിന്നെ ബാലഗോപാൽ മാത്രമാണ് ഒരു നെക്ക് നിൽക്കുന്നത്. അത് ഏത് സമയത്തും അറിയാവുന്ന ഒരു പഞ്ചായത്തിൽ അറിയാവുന്ന ഒരു വോട്ട് മാത്രമാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ 10, 19, 10,000, 20,000 വോട്ടിന് ജയിച്ച സ്ഥലമാണ് കൊട്ടാരക്കര. അപ്പൊ അവിടെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയാണ്. ആയിഷ പോറ്റി ചെറിയൊരു വ്യത്യാസത്തിൽ മാത്രം നിൽക്കുന്നു. പക്ഷെ പൊതുവെ എടുത്തു നോക്കി കൊല്ലത്ത് ഉണ്ടായിട്ടുള്ള വിജയ് എല്ലാ മണ്ഡലങ്ങളിലും ഒരു 1, 2, 3 മണ്ഡലങ്ങൾ മാത്രമാണ് ഇപ്പോ. ലീഡ് ചെയ്ത് 3 മണ്ഡലങ്ങൾ മാത്രമാണ് LDFന് അനുകൂലമായി നിൽക്കുന്നത് അവിടെ നിന്ന്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെ UDF മുന്നേറുന്ന കാഴ്ചയാണ് ഉണ്ടാവുന്നത്. അവിടെ ബിന്ദു കൃഷ്ണയെ സംസാരിച്ച സമയത്ത് 7 സീറ്റ് തൊട്ട് 8 സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കുന്നതിനോട് ബിന്ദു കൃഷ്ണ പറഞ്ഞത്. അത് ശരിയായി വരികയാണ് ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ. തിരുവനന്തപുരത്തേക്ക് കടന്നപ്പോൾ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് ഞങ്ങൾ 7 മുതൽ 8 സീറ്റ് കിട്ടുന്നതാണ്. CPM പറഞ്ഞ 7, 8 സീറ്റ് കിട്ടുന്നതാണ്. അവിടെ ഏകദേശം അതേപോലെയുള്ള ഒരു ട്രെൻഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏറ്റവും അവസാനം വട്ടിയൂർക്കാവിൽ UDF മുന്നോട്ട് നിൽക്കുന്നു. നേമത്ത് വലിയ അട്ടിമറിയൊന്നും ഇല്ലാതെ തന്നെ BJP മുന്നോട്ട് നിൽക്കുന്നു. എന്നാലും വലിയ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയുമ്പോൾ 1408 ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്ഥിതി. പിന്നെ തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രകാരം 4 സീറ്റില് BJP, അതേപോലെ 101 സീറ്റില് UDF, 35 സീറ്റിൽ മാത്രമാണ് നിൽക്കുന്നത് LDF നിൽക്കുന്നത്. പിണറായി വിജയൻ പിന്നിലാണ്. അതായത് നമ്മുടെ ക്യാപ്റ്റൻ വീണിരിക്കുന്നു എന്നുള്ള. ഇതിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, കടക്ക് പുറത്ത് എന്ന് ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരള ജനത പറഞ്ഞിരിക്കുന്നു. അതിന് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നൊരർത്ഥത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ഒരു സ്കോർ നില കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി 3, 4 സീറ്റുകളിൽ മാത്രം ഒരു മാറ്റം കാണാനാണ് ഇപ്പോൾ സാറടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. എന്തായാലും UDF വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഭരണത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഒരു 12 മണിയോടുകൂടി മാത്രം കൃത്യമായ ലീഡ് നില നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് UDF തരംഗം ആഞ്ഞു വീശുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 105 മുതൽ 110 സീറ്റ് വരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ അത് 114 വരെ സീറ്റുകളിൽ പോകാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് BJP 2 സീറ്റുകളിൽ ഒതുങ്ങാനാണ് സാധ്യത. ബാക്കി 100-ഉം
24 സീറ്റ് കഴിഞ്ഞാൽ അല്ല 100 ഇവർ രണ്ടാളും കൂടെ 112 115 സീറ്റ് കഴിഞ്ഞാൽ ബാക്കി 25 സീറ്റ് LDF കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ കണക്ക്. സാർ ഇപ്പൊ എക്സിറ്റ് പോളില് കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് ഇപ്പൊ UDF കാഴ്ചവെച്ചിരിക്കുന്നത് വേണം ഇതിലൂടെ ഞാൻ അതിനുശേഷം എക്സിറ്റ് പോൾ വന്ന ശേഷം കേരളത്തിലെ പ്രമുഖ ജില്ലയിലെ CPM-ന്റെ നേതാക്കന്മാരോടും UDF നേതാക്കന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എക്സിറ്റ് പോൾ അല്ല യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ടൈറ്റിൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ ജില്ലയിലെയും സീറ്റ് നില പറഞ്ഞത്. അത് ഏകദേശം ശരിയായിരിക്കുന്നു. ക്രൈം പറഞ്ഞ റിപ്പോർട്ട് ചെയ്ത ഓരോ ജില്ലയിലെയും സീറ്റ് നില കൃത്യമായിരിക്കും. ഇന്നലെ ഞാൻ അവസാനം ചെയ്ത വീഡിയോയിലെ പറയുന്ന കാര്യങ്ങൾ എക്സാക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും കൃത്യമായ രീതിയിൽ ഒരു ഫിഗർ നമുക്ക് കിട്ടുന്നതിന് ഒരു 12 മണി വരെ കാത്തിരിക്കാം. ഇതുവരെ ക്രൈം പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വാസ്തവമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും 100 സീറ്റിലധികം പിടിച്ച് UDF അധികാരത്തിലേക്ക് എന്നുള്ള ഒരു ട്രെൻഡാണ് ഇപ്പൊ കാണുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടിരിക്കാം, കാത്തിരിക്കാം.